നമുക്ക് വേഗം ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം അതിൻ്റെ 10 മുതലുള്ള വചനങ്ങൾ ഞാനിവിടെ വായിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് സ്ക്രീനിലും വായിക്കാവുന്ന. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. കർത്താവ് കൽപ്പിക്കുന്നത് പോലെ നാം പറയാൻ തയ്യാറായാൽ ബാക്കി കാര്യങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്തുകൊള്ളും. 2500 വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് ഒരു 98 കിലോമീറ്റർ അകലെ ബാബിലോണിൽ വെച്ച് എസെക്കിയേൽ കാണുന്ന ഒരു ദർശനമാണ് നാം ഇവിടെ വായിച്ചത്. ഈ പ്രവചനങ്ങൾ, ഈ ദർശനങ്ങൾ അദ്ദേഹം കാണുമ്പോൾ ക്രൈസ്തവർ ഇവിടില്ല, ഇസ്ലാം മതം ഇവിടെ ഉണ്ടായിട്ടില്ല, യേശു കർത്താവ് ഇവിടെ ജനിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം കണ്ട എസെക്കിയേൽ 35, 36, 37 ഈ അധ്യായങ്ങൾ കഴിഞ്ഞ 70 വർഷത്തിനുള്ളിൽ നിറവേറിയ പ്രവചനങ്ങളാണ്. 2500 വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട ആ ദർശനം കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മുൻപ് ആർക്കും വിശ്വസിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ അതിന്റെ നിവൃത്തി പ്രവാചകന് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് കാണുവാൻ ദൈവം ഭാഗ്യം നൽകി. അത്രമാത്രം ബൈബിൾ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കൊച്ചിയില്, ഈ എറണാകുളത്ത് കർത്താവിന് ഒരു സൈന്യത്തെ ആവശ്യമുണ്ട്. അതാരെയും കൊല്ലാനല്ല, ആരെയും തല്ലാനല്ല, ഒരു രാജ്യത്തിനെതിരായിട്ടും പ്രവർത്തിക്കാനല്ല, അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പൈശാചിക വ്യാപാരങ്ങളെ, ജനങ്ങളെ മദ്യപാനത്തിലേക്ക്, ജനങ്ങളെ മയക്കുമരുന്നിലേക്ക്, ജനങ്ങളെ ആത്മഹത്യയിലേക്ക്, ജനങ്ങളെ കലഹങ്ങളിലേക്ക്, ജനങ്ങളെ രക്തച്ചൊരിച്ചിലേക്ക് നയിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളിൽ നിന്ന് ജീവിതങ്ങളെ വിടുവിക്കുവാൻ വിദ്യാഭ്യാസം ഇവിടെ പരാജയപ്പെട്ടപ്പോൾ, കോടതി ഇവിടെ പരാജയപ്പെട്ടപ്പോൾ, ജയിലുകൾ ഇവിടെ പരാജയപ്പെട്ടപ്പോൾ, ലോക്കപ്പുകൾ ഇവിടെ പരാജയപ്പെട്ടപ്പോൾ, മതങ്ങൾ ഇവിടെ പരാജയപ്പെടുത്തപ്പെട്ടപ്പോൾ, ഇസങ്ങൾ ഇവിടെ പരാജയപ്പെട്ടപ്പോൾ കർത്താവിനൊരു സൈന്യത്തെ ആവശ്യമുണ്ട്. ദൈവം പറയുന്നത് പോലെ, ഒരു ഭോഷനെ പോലെ പറയാൻ തയ്യാറായാൽ ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊള്ളും. ദൈവം പ്രവാചകനായ എസെക്കിയേലിനെ ഒരു ദർശനത്തിൽ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയാണ്. യുദ്ധീയമന്റെ കാലത്തൊക്കെ ഉഗാണ്ടയിൽ കാണാൻ കഴിയുമായിരുന്നത് പോലുള്ള ഒരു വലിയ അസ്ഥികളുടെ താഴ്വരയിലേക്ക്, ഹിറ്റ്ലറിന്റെ കാലത്തൊക്കെ ജർമ്മനിയില് കാണുവാൻ കഴിയാമായിരുന്ന ഒരു അസ്ഥിയുടെ താഴ്വര, ആ താഴ്വര മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തലയോട്ടികൾ എല്ലാം ബന്ധം വിട്ട് കിടക്കുകയാണ്, എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. ഭീവത്സമായ, ഭയാനകമായ ഒരു താഴ്വര. അവിടേക്ക് പ്രവാചകനെ കൊണ്ടുപോവുകയാണ്. അവിടെ സ്തോത്രം പറയാൻ ആരുമില്ല, പ്രാർത്ഥിക്കാനും ആരുമില്ല. നല്ലൊരു സീനറി അല്ല, ഭീവത്സമാണ്
ആ രംഗം. ഭയാനകമാണ് ആ രംഗം. പക്ഷെ അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ ബാക്കി കാര്യം കർത്താവ് ചെയ്യും. ഞങ്ങളുടെ നാട്ടില് ഒരാള് ഈ ഹണ്ടിങ്ങിന് പോയപ്പോൾ അറിയാതെയോ അറിഞ്ഞോ വെടിയേറ്റ് മരിച്ചു. പാപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പം പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കടുവ, ഞങ്ങളുടെ കൊച്ചറക്കാര് ഇവിടെ ഉണ്ട്, ഒരു കുടുംബമുണ്ട് ഈ യോഗത്തിന്. അവരെന്നെ വന്ന് പരിചയപ്പെട്ടു. എന്ത് എവിടെയായിരിക്കുന്നത്? അപ്പോൾ ആ പാപ്പച്ചൻ്റെ മകൻ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. പുതുശ്ശേരി ബിൽഡിങ്, അവിടെ വെച്ചാണ് ഞാൻ ഈ കർത്താവിനെയൊക്കെ കണ്ടെത്തുന്നത്. ഞങ്ങളുടെ വീടിനടുത്താണ്. അപ്പം അദ്ദേഹത്തെ കടുവ തിന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വന്നു. പിന്നീട് ആ ശവം കണ്ടെത്തി. അപ്പോൾ അത് കൊണ്ടുവന്ന് അവിടുത്തെ ഓർത്തഡോക്സ് പള്ളിയിൽ അടക്കി. ഞങ്ങളുടെ വീടിനടുത്താണ് പള്ളി. അപ്പം അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ആൾക്കാർക്ക് ഒരു 6-7 മണി കഴിഞ്ഞാൽ അതിനടുത്തൂടെ റോഡാണ്, അതിനടുത്തൂടെ ആണെങ്കിൽ പോകാനൊരു പേടിയാണ്. ഈ പാപ്പച്ചൻ അവിടെ ഇരിക്കുന്നതായിട്ടുള്ളൊരു തോന്നലാണ്. ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ശവക്കോട്ടയൊക്കെ കാണുമ്പോൾ ഒരു പട്ടണത്തിൽ താമസിക്കുന്നവർക്ക് അതൊന്നുമില്ല. എന്നാലും ഗ്രാമങ്ങളിൽ, ഞങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ വളർന്നവരാണ്, ആകെപ്പാടെ ഒരു ഭയം. അപ്പം എൻ്റെ അനിയൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനിയൻ ഒരല്പം ധൈര്യമുള്ളതുപോലൊക്കെ പറഞ്ഞപ്പോൾ, എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ ചോദിച്ചു, എടാ നിനക്ക് രാത്രി 10 മണിക്ക് ആ യാക്കോബ് പള്ളിയുടെ, അന്ന് യാക്കോബ് പള്ളിയാണ്, ഇന്ന് ഓർത്തഡോക്സ് ആണെന്ന് തോന്നുന്നു, ആ യാക്കോബ് പള്ളിയുടെ വേറൊരു മരിച്ചിരിക്കുന്ന അവിടുന്ന് പാപ്പച്ചൻ്റെ ആ കല്ലറയിലെ റീത്ത് വെച്ചിരിക്കുന്ന റീത്ത് എടുത്ത് വേറെ ഒരു കല്ലറ കൊണ്ടുവെക്കണം രാത്രി 10 മണിക്ക്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നും അന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ അന്ന് എൻ്റെ സഹോദരന് ഒരു 12 വയസ്സ് കാണും, അല്ലെങ്കിൽ 13 വയസ്സ് മാക്സിമം, അതിൽ കൂടുതലിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അവൻ പോകാമെന്ന് പറഞ്ഞു. രാത്രി 10 മണി എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങും കറണ്ട് ഇല്ലല്ലോ, ഹൈ റേഞ്ച് ആണെന്ന് ഓർക്കണം. ഒത്തിരി വീടുകളൊന്നുമില്ല, എല്ലാം 5-6 ഏക്കർ സ്ഥലങ്ങൾ കാണും ഓരോരുത്തർക്ക്. അതിനടുത്ത് ഒരു കൊച്ചു വീട് കാണും. അതൊക്കെ നേരത്തെ തന്നെ എൻ്റെ വിളക്കൊക്കെ അണയും, കറണ്ടൊന്നുമില്ല, നല്ല എല്ലായിടത്തും ഇരുട്ടായിരിക്കും. ഇവൻ പോയി പാപ്പച്ചൻ്റെ കല്ലറയുടെ അടുക്കുമ്പോഴേ അവിടെ ഒരു വെളിച്ചം, ഒരു ശബ്ദവും കേൾക്കാം, ഒരു മൂളിച്ചയും കേൾക്കാം. ഏതായാലും ഇവൻ ധൈര്യപ്പെട്ട് അവിടെ ചെന്നപ്പോൾ കാണുന്ന രംഗം, ആ കല്ലറയ്ക്ക് അടുത്ത് ഒരു കുടുംബ കല്ലറയിൽ ഈ തേനീച്ച കൂട് വെച്ചിരിക്കുകയാണ്. അതിന് താഴെ, അതിന് തൊട്ട് താഴെ ഗോവിന്ദവാണി എന്ന് പറയുന്ന ഒരു തമിഴ് സുഹൃത്ത് ഈ തേനെടുക്കാൻ വന്നിരിക്കുകയാണ് വിളക്കത്തിച്ച്. അപ്പൊ അങ്ങനെ ധൈര്യമുള്ളവരും ഉണ്ട്. പക്ഷേ ഇവിടെ പ്രവാചകനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തേനെടുക്കാനൊന്നുമല്ല, ഉണങ്ങിയ അസ്ഥികളാ. ഇപ്പൊ ദൈവപ്രവർത്തനം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനോഹരമല്ലാത്ത, നമുക്ക് ചിലപ്പോൾ ഭയമുളവാക്കുന്ന ചില മേഖലകളിൽ ധൈര്യമായി പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ കംഫോർട്ട് സോണിൽ ഇരുന്നു കൊണ്ട്, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട്, പാട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടാൽ ഒരു സൈന്യം എഴുന്നേൽക്കുകയില്ല. നിനക്കിഷ്ടമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്ന വ്യക്തികളുടെ അടുക്കിലേക്ക്, ഭവനങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ആ വ്യക്തി ഇപ്പോൾ ആര് തന്നെയാണെങ്കിലും കടന്നു പോകുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊള്ളും. ഈ ദൂത് നിങ്ങൾ മറക്കരുത്. ദൈവിക പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാണുന്നത് പോലെയല്ല, നമ്മൾ ചിന്തിക്കുന്നത് പോലെയും അല്ല. പിന്നീട് പ്രവാചകൻ ചെയ്തത് ഈ അസ്ഥികളുടെ ഇടയിലൂടെ ചുറ്റി നടക്കുകയാണ്. ഈ ഉണങ്ങിയ അസ്ഥികളുടെ ഇടയിലൂടെ ചുറ്റി നടക്കുകയാണ്. ഭയപ്പെടുത്തുന്നതാണ്,
മാനുഷികമായ ബുദ്ധിയിൽ ഒന്നും അവിടെ പ്രതീക്ഷിക്കാൻ വകയില്ല. അപ്പോൾ കർത്താവിന് വേണ്ടി ഒരു സൈന്യത്തെ ഒഴുക്കാൻ നാം ഇറങ്ങിപ്പോകുമ്പോൾ ചില നാളുകൾ, ചില ആഴ്ചകൾ, ചിലപ്പോൾ ചില വർഷങ്ങൾ, ചില വ്യക്തികൾക്ക് ചുറ്റും, ചില കുടുംബത്തിന് ചുറ്റും, ചില ഗ്രാമത്തിന് ചുറ്റും, ചില പട്ടണത്തിന് ചുറ്റും പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ നടക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മാനുഷിക ബുദ്ധി പറയും, നീ നിന്റെ സമയം നഷ്ടമാക്കുകയാണ്, വേസ്റ്റാക്കുകയാണ്. വേസ്റ്റാക്കുകയല്ല, ഒരു ദൈവ പൈതലിന്റെ കാല് അത് മനോഹരമാണ്. അത് യേശുവിന്റെ നാമത്തിൽ ചവിട്ടിയാൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഒരു ദൈവ പൈതലിന്റെ അധരം അത് യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ അന്ധകാര ലോകം വിറയ്ക്കും. അവിടെ അത്ഭുതങ്ങൾ നടക്കും. അത് വ്യർത്ഥമാകുകയില്ല, അത് വെറുതെയാകുകയില്ല. നിന്റെ കണ്ണടയുന്നതിനു മുൻപേ അതിന്റെ ഫലങ്ങൾ കാണുവാൻ നിനക്കിടയാകും. എന്റെ ജ്യേഷ്ഠൻ സുകുമാരൻ, എൻ്റെ ജ്യേഷ്ഠനെ സുകുമാരൻ്റെയൊക്കെ ചർച്ചിലുള്ള ഇവരെല്ലാം ഒരു സഭയിൽ ആരാധിക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹം, ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എന്നെ കാണുന്നതന്നെ അദ്ദേഹത്തിന് വെറുപ്പായിപ്പോയി. കാരണം എന്തൊക്കെയോ അപമാനങ്ങൾ, നിന്ദകൾ ഞാൻ മുഖാന്തരം അദ്ദേഹത്തിനുണ്ടായി, ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി എന്നൊക്കെയാണ് അവർക്ക് അന്ന് തോന്നുന്നത്. വാസ്തവത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ അപമാനം മാറുകയായിരുന്നു, മാന്യത ഉണ്ടാകുകയായിരുന്നു, ഇരുള് മാറുകയായിരുന്നു, വെളിച്ചമുണ്ടാകുകയായിരുന്നു, ശാപം മാറുകയായിരുന്നു, അനുഗ്രഹം ഉണ്ടാകുകയായിരുന്നു, താഴ്ച മാറുകയായിരുന്നു, ഉയർച്ച ഉണ്ടാകുകയായിരുന്നു. പക്ഷെ ഇതൊന്നും സാധാരണ എളുപ്പം മനസ്സിലാകുകയില്ല ആൾക്കാർക്ക്. കാരണം തേജസ്സിന്റെ സുവിശേഷത്തെ സാത്താൻ കുരുടാക്കിയിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായി കഴിയില്ല. അപ്പം ഞാൻ മുഖാന്തരം എൻ്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വലിയ അപമാനമുണ്ടായി. അവരെയൊക്കെ ഞാൻ നാണം കെടുത്തി എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ സുകുമാരൻ. അദ്ദേഹത്തിന് അതുപോലെ അരിശമാണ് എന്നെ കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ സ്നാനപ്പെട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ പാസ്റ്റർ പോൾ എന്ന പേരിട്ടു, പോള. അപ്പോൾ എൻ്റെ അച്ഛനിട്ട പേര് ഗോപാലകൃഷ്ണൻ, പിന്നെ എൻ്റെ ആത്മീയ പിതാവിട്ട പേര് പോളും. അങ്ങനെ പോൾ ഗോപാലകൃഷ്ണനായിരുന്നു ഞാൻ. അവൻ രണ്ടുപേരുടെയും പേര് വിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് പാസ്റ്റർ പോൾ എന്ന പേരിട്ടപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ, കൊച്ചുറയിലെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ കൂടി. അപ്പം ഞാൻ സ്നാനപ്പെട്ട് എൻ്റെ വീട്ടിലോട്ട് തന്നെ ചെല്ലുകയാണ്. അപ്പോൾ ഒരു ധൈര്യമൊക്കെ എനിക്കുണ്ടെന്നേരം. അപ്പം എന്നോട് പറഞ്ഞു, എടാ ക്രിസ്ത്യാനികളെല്ലാവരും കൂടെ നിൻ്റെ പേര് മാറ്റിയെന്ന് കേട്ടു, ഇപ്പം നിന്നെ അവരെല്ലാം കൂടെ മോളെ എന്ന് വിളിക്കുന്നതാണല്ലോ. അപ്പം അദ്ദേഹം പോളെന്നുള്ളത് മോളെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പം അങ്ങനെയാണ് എന്നെ അദ്ദേഹം സ്വീകരിച്ചത്, വീട്ടിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പ്രഭാത ഭക്ഷണത്തിനായിട്ടിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അങ്ങ് കോപം കൊണ്ടങ്ങ് ചുമന്നിരിക്കുകയാണ്. അപ്പം അപ്പോൾ അന്ന് ഈ സുവിശേഷം അങ്ങോട്ട് പറയാനുള്ള വാഞ്ച കൊണ്ട് എപ്പോൾ ആരോട് എങ്ങനെയൊക്കെ പറയണമെന്നുള്ളതൊന്നും അന്ന് നമുക്കറിയത്തില്ല. സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹമുള്ളൂ. അപ്പം ഇദ്ദേഹം ഭയങ്കര കോപിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ സുവിശേഷം പറയാനായി തുടങ്ങി. ഉയ്യോ എൻ്റെ ദൈവമേ, ഒരു സ്ഫോടനമായി പിന്നെ മാറുകയാണ് അവിടെ ആ സമയത്ത്. അപ്പം ഞാൻ ഓർത്തെല്ലാം തീർന്നെന്ന്. ഉള്ളി ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ചീത്ത പറയുന്നു, ബൈബിളിനെതിരായി, യേശുവിനെതിരായി, ക്രിസ്ത്യാനികൾക്കെതിരായി വായി വരുന്ന എല്ലാം പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേയധികം
ഇങ്ങനെ സംസാരിച്ച് ഈ ബൈബിളിനെതിരായി യേശുവിനെതിരായൊക്കെ അങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴേ എനിക്കങ്ങ് വലിയ വേദനയായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ എതിർത്താലും കുഴപ്പമില്ല, യേശുവിനെയും സുവിശേഷത്തെയും ഒന്നും എൻ്റെ ജ്യേഷ്ഠൻ എതിർക്കരുന്നു. അപ്പോൾ അത്രയും ധൈര്യം പുള്ളി ഞങ്ങളെയൊക്കെ ഒത്തിരി അടിയൊക്കെ അടിച്ചിട്ടുള്ളതാണ്. അപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പുള്ള ആ കാലങ്ങളിൽ. അപ്പോൾ ആ അധികാരം കൂടി ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും ധൈര്യം ആയിട്ടിത് പറഞ്ഞ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്റെ ദൈവം അങ്ങനെ ശിക്ഷിക്കും ദൈവമാണോടാന്ന് ചോദിച്ചു. അപ്പം ഇന്നാണെങ്കിൽ ഞാനങ്ങനെ പറയുകയല്ലായിരുന്നു, ബൈബിൾ നമുക്കറിയത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവ് ഒരു ശിക്ഷ കൊടുക്കണേന്നും പ്രാർത്ഥിച്ചു. നിങ്ങളാരും അങ്ങനെ പ്രാർത്ഥിക്കരുത്. കാരണം പുതിയ നിയമത്തിൽ നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ്, പ്രാർത്ഥിക്കണമെന്നാണ് വചനം. പക്ഷെ ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അതെല്ലാം കർത്താവിനോടുള്ള ആ സ്നേഹം കൊണ്ടാണ്, അല്ലാതെ മനഃപൂർവ്വമല്ല. അങ്ങനെ അപ്പോൾ എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇവിടെ നിന്റെ ദൈവം അങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ ആ ശിക്ഷ വരുത്തിക്കണമെന്ന്. അപ്പം പിന്നെയും പുള്ളിയുടെ ബുദ്ധിയിൽ എന്തോ തോന്നിയിട്ട് പറഞ്ഞു, അത് ചെറിയ പനിയും തലവേദനയാകാൻ പാടില്ല. അപ്പം പനിയും തലവേദനയൊക്കെ എപ്പോഴും വരാമല്ലോ. പുള്ളിയുടെ ആ ബുദ്ധി പോവുകയാണ്. അപ്പം നിന്റെ ദൈവം എന്നെ ശിക്ഷിച്ചു എന്ന് തോന്നത്തക്ക നിലയിലുള്ള ശിക്ഷയായിരിക്കണമെന്ന്, എന്നാൽ ചെറുതൊന്നും വരരുതെന്ന്. എന്തൊരു ഭയങ്കരമില്ലേ. അപ്പോൾ ഇതാണ് ഈ ഉണങ്ങിയ അസ്ഥി എന്ന് പറയുന്നത്. ഇതാണ് ഉണങ്ങിയ തലയോട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? ഇട്ടിട്ട് പോകുമോ അതോ പിന്നെയും ചുറ്റി നടക്കുമോ? അവിടെയാണ് ഒരു സൈന്യം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ ഈ 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ചങ്ങിനൊരു വേദന തുടങ്ങി. കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ്. ആ കാലങ്ങളിൽ ഹൈറേഞ്ചിലെ കൊച്ചറയിൽ നിന്ന്, അന്ന് അവിടെങ്ങും മെഡിക്കൽ കോളേജൊന്നുമില്ല, ഉള്ളത് ഒരു 130 കിലോമീറ്റർ അകലെയുള്ള ഈ കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അന്ന് 130 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹൈറേഞ്ച് വഴി വലിയ മിക്കവാറും ഉള്ള രോഗി അവിടെ നിന്ന് മുമ്പ് മരിച്ചിരിക്കും. അങ്ങനെയുള്ള വഴികളൊക്കെയാണ്. എങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ലങ്സിനാണ് പ്രശ്നം. അത് ഇൻഫെക്ഷനായി പോയിരുന്നു, പഴുത്തിരുന്നു. പക്ഷെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടർമാരുടെ പ്രവർത്തനവും എല്ലാം കൂടെ ഒന്നിച്ച് സമ്മേളിച്ചപ്പോൾ അദ്ദേഹം അങ്ങ് രക്ഷപ്പെട്ടു. ഇതെല്ലാം 1 മാസത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ വലിയ ജയാളിയായിട്ട്, ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ, എന്നോട് ഇനി അത് ഖണ്ഡിക്കാനൊക്കെയല്ലോ. 1 മാസത്തിനുള്ളിൽ തന്നെ അത് സംഭവിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇതുപോലെ രോഗം ഉണ്ടായിട്ടില്ല, ഇത്ര ഭയാനകമായൊരു രോഗം ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ഓർമ്മയിൽ. അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനും ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം പുള്ളിക്ക് അതിനെ എതിർക്കാനൊക്കെയല്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ മാനസാന്തരപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന അദ്ദേഹം കണ്ടു. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഉണങ്ങിയ അസ്ഥിയായിട്ട് അദ്ദേഹം കിടക്കുകയാണ്. പക്ഷെ ഞരമ്പും ഒക്കെ ഉണ്ട്. അസ്ഥിമഞ്ജനമാണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും സുന്ദരനായിരുന്നു അദ്ദേഹം. പക്ഷേ അസ്ഥികളെല്ലാം തെളിഞ്ഞ്, കവിൾത്തടങ്ങളെല്ലാം കവിൾ ഒട്ടി, കൺതടങ്ങൾ കുഴിഞ്ഞ് താനിങ്ങനെ കിടക്കുകയാണ്. എനിക്ക് വലിയ ദുഃഖമായിപ്പോയി ആ കാഴ്ച. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ രീതികളെല്ലാം തെറ്റായിപ്പോയി എന്നെനിക്ക് പശ്ചാത്താപം ഉണ്ടായൊരു സന്ദർഭമാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയം, അദ്ദേഹം ആ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ഒന്ന് പരിശ്രമിച്ചു. എഴുന്നേക്കാൻ കഴിയുന്നില്ല. ഒന്ന് പരിശ്രമിച്ചിട്ട് എന്നോട് പറയുക, എടാ, ഈ ഉപദേശിമാരെ എല്ലാം അടിച്ച് ഭാരതത്തിന് പുറത്താക്കാതെ ഈ നാട് നന്നാകുകയായിരുന്നു. വല്ലതും മനസ്സിലായോ? ഇതാ ഉണങ്ങിയ അസ്ഥി എന്ന് പറയുന്നത്. നിങ്ങളെന്ത് ചെയ്യും? പക്ഷെ ഞാൻ എഴുതി തള്ളിയില്ല.
16 വർഷങ്ങൾ ചുറ്റി നടന്നു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ഒരു ദിവസം ഞങ്ങൾ മുണ്ടിപ്പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഗുരുവായൂർ അമ്പലത്തിൽ കുടുംബമായിട്ട് പോയിട്ട് മടങ്ങിപ്പോയ വഴിയിൽ എൻ്റെ മുണ്ടിപ്പള്ളി വന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും കുഞ്ഞുങ്ങളും നടന്നു വരുന്നു. അതൊരു അത്ഭുതമായി എനിക്ക് തോന്നി. അന്ന് രാത്രിയിൽ അവർ വിശ്രമിച്ചു. പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എൻ്റെ മുൻപിൽ നിൽക്കുന്നു. എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ചോദിക്കുകയാണ്, ഞാൻ യേശുവിനെ എങ്ങനെയാണ് രക്ഷകനായി സ്വീകരിക്കേണ്ടത്? ഹല്ലേലൂയ. അദ്ദേഹം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. താൻ വീട്ടിലേക്ക് പോയി. സ്നാനം സത്യമാണെന്ന് മനസ്സിലായി. സ്നാനപ്പെടാനായിട്ട് താന് മുണ്ടിപ്പള്ളിയിലേക്ക് വന്നു. അദ്ദേഹത്തെ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ മോളെ എന്ന് വിളിച്ചെന്നെ കളിയാക്കി എൻ്റെ ജ്യേഷ്ഠൻ 2 കൈയും കൂപ്പി എൻ്റെ മുൻപിൽ വന്നു. ഞാൻ അദ്ദേഹത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി. സ്നാനപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം എന്നോട് പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞില്ല. എൻ്റെ ജ്യേഷ്ഠത്തി സ്നാനപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ അതിന് കൊടുത്ത മറുപടി ഇതാണ്: ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല, വേറെ വിവാഹം കഴിക്കുന്നില്ല, തെറ്റായ മാർഗത്തിൽ പോകുന്നില്ല, യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നീ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ ഒരു പെർമിഷൻ എനിക്ക് വേണം, ശവമടക്ക സ്നാനത്തിന് ശേഷമേ നടത്തുകയുള്ളൂ. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്നാനപ്പെടാൻ വന്നത്. പക്ഷേ എന്നോട് ആദ്യം പറഞ്ഞില്ല ഈ കാര്യം. പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തുകയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ പേടിച്ചുപോയി. കാരണം ഒരു ദുർബല നിമിഷത്തിൽ ആർക്കാണ് അത് സാധിക്കാതെ വരുന്നത്? അതിൻ്റെ കാരണം തൻ്റെ മക്കളുടെ വിവാഹം നടക്കുകയില്ല, ഗീത എന്ന തൻ്റെ മകളുടെ വിവാഹം നടക്കുകയില്ല എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തെ എൻ്റെ ജ്യേഷ്ഠത്തെ ഭരിച്ചത്. അതുകൊണ്ടാണ് അതങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അല്പം ഏലക്കാടൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ലിറ്റർ കണക്കിന് വിഷം ആ വീട്ടിലുണ്ട്. അപ്പം എൻ്റെ ചിന്ത, ആ വിഷമൊക്കെ എടുത്ത് എൻ്റെ ജ്യേഷ്ഠത്തെ കുടിച്ചാൽ സുവിശേഷത്തിന് അപമാനം വരും, എനിക്ക് ജ്യേഷ്ഠത്തെ നഷ്ടപ്പെടും. ഞാൻ എളുപ്പം സഭയിൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തെ ജീവനോട് നിൽക്കുന്നു. ആ ജ്യേഷ്ഠത്തെയും സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ ജ്യേഷ്ഠന്റെ 4 മക്കളെയും സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ ജ്യേഷ്ഠന്റെ മകൻ ഇന്നൊരു പാസ്റ്ററാണ്, പാസ്റ്റർ VS വിനോദ്. എവിടെ നിന്ന് ഉപദേശിമാരെ അടിച്ചിറക്കണമെന്ന് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞോ, ആ വീടിന്ന് പുറ്റടി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ച് ബിൽഡിംഗ് ആണ്. യേശുവിനെ സ്വീകരിച്ചാൽ മകൾ ഗീതയുടെ വിവാഹം നടക്കുകയില്ലെന്ന് ചിന്തിച്ചിരുന്ന എൻ്റെ ജ്യേഷ്ഠന്റെ മകൾ ഗീതയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ്.
അവർ കുടുംബമായി അവിടെ കർത്താവിനെ ആരാധിക്കുന്നു. ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ സുകുമാരൻ പരസ്യവും നടത്തുമ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി ട്രാക്ട് വിതരണം ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ചുറ്റി ചുറ്റി നടക്കാൻ നീ തയ്യാറായാൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ കാലുകൾ യേശുവിന്റെ നാമത്തിൽ നടക്കുമ്പോൾ ആ കാല് സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ കാലല്ല, അവിടെ ദൈവപ്രവർത്തനം നടക്കുകയാണ്. നിന്റെ അധരം യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ ആ അധരം സാധാരണ ഒരു അധരമല്ല, അത് ചലിക്കുന്നതാണ്, ചലിപ്പിക്കുന്നതാണ്. അതുകൊണ്ടൊരു സൈന്യം പ്രതീക്ഷിക്കുന്നവർ ഇങ്ങനെയൊക്കെ കടന്നു പോകണം. എന്നിട്ട് ദൈവം പറഞ്ഞു, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? പറഞ്ഞറിഞ്ഞുകൂടാ. ശരി, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉണങ്ങിയ അസ്ഥികളോട് വചനം പറയുക. ഉണങ്ങിയ അസ്ഥിയെ വചനം കേൾക്കുമോ ഇല്ലയോ എന്നൊന്നും നീ ചിന്തിക്കണ്ട. നീ പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചൻ ചെയ്തുകൊള്ളും. ദൈവത്തെക്കാൾ ബുദ്ധിമാനാകേണ്ട. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞാലും സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞാലും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞാലും രണ്ടാമതൊന്നുകൂടെ ചിന്തിച്ചോണം, അതിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു പറഞ്ഞാൽ നീ രണ്ടാമത് ചിന്തിക്കണ്ട, അതിലൊരു തെറ്റുമില്ല. അങ്ങനെ ഈ അസ്ഥികളോട് പ്രവചിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കുകയാണ്, ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാകുകയാണ്. ഈ ഉണങ്ങിയ അസ്ഥികൾ, ചിതറിപ്പോയ അസ്ഥികളെല്ലാം അടുത്തു, ജോയിൻ ചെയ്തു. അതെല്ലാം ഇന്ന് ചിതറപ്പെട്ടിട്ടുണ്ടോ? ചിലതൊക്കെ അകന്നു പോയിട്ടുണ്ടോ? ചിലതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടോ? ഇനി ഒരിക്കലും അടുക്കുകയില്ല എന്ന് തോന്നുമാറ് അത്രമാത്രം അകന്നു പോയതാണോ? ഓർക്കുക, the things which is impossible with you, the same is possible with your God. നീ വിശ്വാസത്തിന്റെ വചനം പറയാൻ തയ്യാറായാൽ അകന്നു പോയതിനെയെല്ലാം ദൈവം അടുപ്പിക്കുക തന്നെ ചെയ്യും. ഉണങ്ങിപ്പോയതിനെയെല്ലാം ദൈവം അടുപ്പിക്കുക തന്നെ ചെയ്യും. ഇവൻ ഒരിക്കലും ഐക്യപ്പെടുകയില്ല. ഈ കുടുംബജീവിതം ഇനി ഒരിക്കലും ശരിയാകുകയില്ല. ഈ മകൾ ഒരിക്കലും ഇനി വരികയില്ല. ഈ മകൻ ഒരിക്കലും വരികയില്ല. അവൻ ദൂരദേശത്തായി പോയി, അവൻ പന്നികളുടെ ഇടയിലായി പോയി, അവനെല്ലാം നഷ്ടപ്പെടുത്തിപ്പോയി. അതെല്ലാം ശരിയാണ്. പക്ഷേ വചനം പറയുവാൻ നീ തയ്യാറായാൽ അടുപ്പിക്കേണ്ടതിനെ അവൻ അടുപ്പിക്കുക തന്നെ ചെയ്യും. അടുത്തു. പിന്നെ കാണുന്ന അത്ഭുതകരമായ കാര്യം, ഇവിടെ ഞരമ്പ് വരുന്നു, മാംസം വരുന്നു, ത്വക്ക് വരുന്നു. നിങ്ങളെ ഉണങ്ങിയ അസ്ഥി ഒരു ഫോറൻസിക് വിദഗ്ധന് കിട്ടുകയാണെങ്കിൽ അയാളത് റിസർച്ച് ചെയ്ത് അത് ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ, ഇതെങ്ങനെയാണ് മരിച്ചത്, അതിനെക്കുറിച്ച് അങ്ങ് പഠിച്ച് പുസ്തകങ്ങൾ എഴുതും, ഇല്ലേ? ഇനി ഇവിടെയൊക്കെ ഒത്തിരി ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ,
ഒരിക്കൽ ഡോക്ടർ സോളമൻ ഇവിടെയുള്ള ഡോക്ടേഴ്സിന് വേണ്ടിയുള്ളൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായി. ലൂർദിൽ അദ്ദേഹം ഡോക്ടറായിരുന്ന കാലത്ത് ഞാൻ ആ യോഗത്തിന് വന്ന് പ്രസംഗിച്ചത് ഓർക്കുകയാണ്. ധാരാളം ഡോക്ടേഴ്സുള്ള ഒരു സ്ഥലമാണ് ഇവിടെ, ഹോസ്പിറ്റലുള്ള സ്ഥലമാണ്, സ്പെഷ്യലിസ്റ്റുകളാണ് ഓരോന്നിനല്ലേ. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഇതുമായിട്ട് നിങ്ങൾ ഇവിടുത്തെ പേര് പറയുന്നില്ല, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ന്യൂറോയുടെ അടുത്തേക്ക് വിടും, ഞരമ്പിൻ്റെ പ്രശ്നം ഇല്ലേ, സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുക്കിലേക്ക് വിടും. എത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയായിട്ടായിരിക്കും ഇവരെന്തെങ്കിലും ഒരു മാറ്റം വരുമോ? എന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു ഡോക്ടർ ഇവിടെയുണ്ട്. അത് നിന്റെ അസ്ഥി സംബന്ധമായ പ്രശ്നമാണെങ്കിലും, നിന്റെ നെർവ് സംബന്ധമായ വിഷയമാണെങ്കിലും, അത് നിന്റെ ത്വക്ക് സംബന്ധമായ വിഷയമാണെങ്കിലും, നിന്റെ അസ്ഥികൾ ഡിസ്ലൊക്കേറ്റഡ് ആയി കിടക്കുന്ന അവസ്ഥകളാണെങ്കിലും, ആ ബോൺമാരോയിൽ പ്രശ്നമുണ്ടെങ്കിലും, എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, കർത്താവിന് നിന്റെ ബ്രെയിനില്, നിന്റെ ഹാർട്ടില്, നിന്റെ കിഡ്നിയില്, നിന്റെ മജ്ജയില്, നിന്റെ മാംസത്തില്, നിന്റെ ശരീരത്തില് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ന്യൂ ക്രിയേഷൻ നടത്താനായിട്ട് കഴിയും. എനിക്ക് കോവിഡ് ന്യൂമോണിയയും കൂടെ ഒന്നിച്ചു വന്നതാണ്. ഇവിടെ സാക്ഷ്യം പറഞ്ഞ രാജേഷും പ്രിയപ്പെട്ടവരും ഒക്കെ അവരോട് പറഞ്ഞതാണ് ഡോക്ടർമാർ കൈവിട്ടെന്ന്. എൻ്റെ പ്രായം, പിന്നെ ഈ ന്യൂമോണിയ, ഈ കോവിഡ് വരുന്നതിന് മുമ്പേ എനിക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നിരന്തരമായ ശുശ്രൂഷകളുടെ ഒരു സമയമായിരുന്നു അത്, വാക്സിനൊന്നും ലഭിക്കാത്ത സമയം. പക്ഷേ അപ്പോൾ എൻ്റെ മസിൽസിൽ പവറെല്ലാം പോയി, അസ്ഥിമഞ്ജരമായി, ഡോക്ടർമാർ കൈവിട്ടു. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിന്ന് ഈ വചനം നിങ്ങളോട് സംസാരിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതായതുകൊണ്ട് ആ അസ്ഥികളുടെ താഴ്വരയിൽ, ആ മരണത്തിൻ്റെ താഴ്വരയിൽ കർത്താവ് ഇറങ്ങി വന്നു. എനിക്ക് നിങ്ങൾക്കും അസാധ്യമായതെല്ലാം ദൈവത്തിന് സാധിപ്പിക്കാനായി അതിന് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ചില വിഷയങ്ങളിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയോ നമ്മുടെ ശുശ്രൂഷ തീരുന്നു എന്നുള്ള നിലയിലോ ചില പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില മർമ്മം കൊണ്ട് ബാലൻസ് ചെയ്യാൻ ഞാനെന്ന് പറയാം. കേരളത്തിലെ, ലോകത്തിലെ തന്നെ പ്രശസ്തനായ ഒരു ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു, ഡോക്ടർ കെ നമ്പൂതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു, വെല്ലൂരിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം അവസാനമായിട്ട് ഞങ്ങളുടെ തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ്റെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ മിഷൻ്റെ ഡയറക്ടറായിട്ട് വന്നു. അപ്പം ഇത്രയും വലിയൊരു മഹാനായ മനുഷ്യൻ തിരുവല്ലയിലെ ഒരു ചെറിയ ആശുപത്രിയിലെ ഡയറക്ടറായി വന്നപ്പോൾ തന്നെ എനിക്ക് അയാളോടുള്ള വലിയ ബഹുമാനമുണ്ടായി. കാരണം വലിയ മനുഷ്യർക്ക് മാത്രമേ ചെറുതാകാൻ ഒക്കൂ. അപ്പം അദ്ദേഹത്തിന് വളരെ അപൂർവമായ ഒരു ക്യാൻസർ ഉണ്ടായി, ഒരു പാൻക്രിയാറ്റിക് ക്യാൻസറാണ്. അത് മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഒരു 8 മാസത്തിൽ അധികമായിട്ട് അദ്ദേഹത്തിന് മുൻപോട്ട് പോകാനൊക്കെയില്ല. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ആ കാര്യങ്ങൾ. അപ്പോൾ ആ സന്ദർഭങ്ങളിലും അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയം കൂടിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ആ വലിയ മനുഷ്യൻ
ഇറങ്ങി വന്നു അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന്. അപ്പോൾ എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ 8 മാസം കഴിഞ്ഞ് പോവുകയാണ്. പാലക്കാടൻ, അദ്ദേഹം പട്ടാമ്പിക്കാരനാണ്, പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്. ഭയങ്കര വേദന തോന്നി. അങ്ങനെ നമുക്കെല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ഒരു നിശബ്ദ ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ, മേ ഐ പ്രേ ഫോർ യു? ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ? അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ഫോർ വാട്ട്? എന്തിനു വേണ്ടി? എനിക്ക് അത്ഭുതം തോന്നി. അപ്പം എൻ്റെ ചിന്ത, ഇദ്ദേഹം ഈ രോഗം വന്നപ്പോൾ യേശുവിനെയൊക്കെ വിട്ടു, പിന്മാറി, അങ്ങ് പതറിപ്പോയെന്നാണ് എൻ്റെ ചിന്ത. അപ്പം ഞാൻ നിന്ന് കുഴയുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററേ, 8 മാസം കഴിഞ്ഞ് ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നെന്നാ പറഞ്ഞത്. അപ്പം പാസ്റ്റർ പ്രാർത്ഥിച്ച് എന്നാ ചെയ്യാൻ പോവുക? അത് 8 മാസം കഴിഞ്ഞ് മരിച്ചു. ആ സമയങ്ങളിൽ ഞങ്ങളവിടെ പോയിരുന്നു. അപ്പം നിങ്ങൾ തിരുവല്ല വല്ലതും വരികയാണെങ്കിൽ മെഡിക്കൽ മിഷനിൽ നിന്ന് കയറണം. KN നമ്പൂതിരിപ്പാടെന്നും പറഞ്ഞ് ഒരു വാർഡും ഒക്കെ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മൾ പ്രാർത്ഥിച്ചാൽ മറുപടി തരികയല്ല. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എന്നാൽ പല കാര്യങ്ങളിലും നമ്മുടെ ചിന്തയ്ക്കപ്പുറമായി വിശ്വസിച്ചാൽ പിശാചിന്റെ പദ്ധതികളെ കർത്താവ് പൊളിക്കും. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ലെങ്കിൽ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നീ ഉണങ്ങിയ അസ്ഥിയായാലും ചിതറിപ്പോയാലും, ഞരമ്പില്ലെങ്കിലും മാംസമില്ലെങ്കിലും, വിശ്വാസത്തോടുകൂടി ദൈവദാസന്മാർ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ 1, 2, 3, 4 എന്നുള്ള നിലയിൽ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഈ ഉണങ്ങിയ അസ്ഥികളെല്ലാം ജീവശവങ്ങളായി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശവങ്ങളാണ്. അത് ഭയങ്കരമാണില്ലേ? ജീവനില്ല, പക്ഷെ ഭയങ്കര ഇങ്ങനെ ശവം പോലെ കിടക്കുന്ന ഒരനുഭവം. ഭയന്നു പോകുന്ന ചില സന്ദർഭമുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ ഒരു വിശ്വാസി ഒരു രാത്രിയിൽ വിളിക്കുകയാണ് എന്നെ. ഞാൻ ചെന്നപ്പോൾ ഒരു ശവം ഇങ്ങനെ കിടക്കുന്നു, പക്ഷേ ശ്വാസോച്ഛ്വാസമുണ്ട് ചെറുതായിട്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റി പോകുന്നൊരു പോക്കുണ്ട് ഹോസ്പിറ്റലിലേക്ക്. പോലീസ് കൈ കാണിക്കുന്നുണ്ട്, വണ്ടി ഒന്നും നിർത്തിയില്ല. അവൻ ചിലർ കിടക്കുന്ന കണ്ടാൽ നമുക്ക് ഭയം തോന്നും. ഇപ്പോഴിത് ഇവിടെ അത്ഭുതങ്ങൾ നടന്നെങ്കിലും ഭയം തോന്നും. കാരണം ഒന്നിനും എന്തില്ല, ജീവനില്ല. 1000കണക്കിന് ആൾക്കാർ കിടക്കുക. പല ക്രൈസ്തവ സമൂഹങ്ങളിലും ധാരാളം ആൾക്കാരുണ്ടെങ്കിലും ചത്ത് കിടക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അവൻ വചനം കേട്ടു, ശരിയാണ്, അത്ഭുതങ്ങൾ നടന്നു, ശരിയാണ്, പക്ഷേ സൈന്യമായി എഴുന്നേൽക്കാനുള്ള ജീവനില്ല. ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് യേശു വന്നത്, സത്യമാണ്. ജീവനില്ല. ആരാധനയിൽ ജീവനില്ല, പാട്ടിൽ ജീവനില്ല, ഇതിനെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും ജീവനില്ല. ദൈവം പറഞ്ഞു, കാറ്റിനോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക. പെന്തക്കോസ്ത് നാളിൽ അടിച്ച ആ കാറ്റ് ഇതിലൊന്ന് വീശിക്കഴിഞ്ഞാൽ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു സൈന്യം എഴുന്നേറ്റ് വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ത്വക്കുണ്ടായി, അത് ശരിയാണ്. മാംസമുണ്ടായി, അത് ശരിയാണ്. ഉണക്കുമാറി, അത് ശരിയാണ്. ഐക്യപ്പെട്ടു, അത് ശരിയാണ്. പക്ഷെ നിന്നെ വിളിച്ചത് ഒരു സൈന്യമാകുവാനാണ്. അതിന് നിനക്ക് ജീവൻ ആവശ്യമുണ്ട്.
അതിന് നിനക്ക് ജീവൻ ആവശ്യമുണ്ട്. ദൈവദാസന്മാർ പ്രവചിക്കട്ടെ, ദൈവദാസന്മാർ കാറ്റിനോട് പ്രവചിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്കുണ്ടാകട്ടെ. ക്രൈസ്തവ സമൂഹം ജീവനുള്ള ദേഹികളായി മാറി ഒരു സൈന്യമായി മാറട്ടെ. ഇവിടെ എറണാകുളത്തും അങ്കമാലിയിലും ഒക്കെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും കൊണ്ട് നടത്തുന്ന കുർബാനയുടെ കാർമ്മികൻ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണമെന്നുള്ള, എങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും രണ്ടു വശവും ദൈവമല്ലേ സൃഷ്ടിച്ചത്. സില്ലി മാറ്ററിൽ ജീവിതങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലുമ്പോൾ ക്രൈസ്തവ സമൂഹം സാത്താൻ തകർത്ത് കൊന്ന് നിരത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ എസെക്കിയേലിനെ പോലെ ചില പ്രവാചകന്മാർ കാറ്റിനോട് പ്രവചിച്ച് കർത്താവിന് വേണ്ടി ഒരു സൈന്യം, ആരാധനയ്ക്കൊരു സൈന്യം, പ്രാർത്ഥനയ്ക്കൊരു സൈന്യം, വിശുദ്ധിക്കൊരു സൈന്യം, സുവിശേഷത്തിനൊരു സൈന്യം, ബൈബിളിനൊരു സൈന്യം, നിത്യതയ്ക്ക് വേണ്ടി ഒരു സൈന്യം, രാജ്യത്തിന് വേണ്ടി ഒരു സൈന്യം. അത് സംഭവിച്ചു. അതാണ് നമ്മളിവിടെ വായിച്ചത്. അവരൊരു സൈന്യമായി തീർന്നു. നിങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സിമ്പിളായ കാര്യം, യേശുവിനെ സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്ന കാര്യത്തിൽ തൃപ്തിപ്പെടാതെ അറുക്കാനും മുടിക്കാനും മോക്ഷിക്കാനും വരുന്ന പിശാച് അനേകരെ തകർത്ത് അവന്റെ തേർവാഴ്ച നടത്തുമ്പോൾ അവനെതിരായ ഒരു വാറന്റ് കൽപ്പിക്കാൻ ഇവിടെ ദൈവമക്കൾക്ക് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. അവനെ തുറങ്കലിലടയ്ക്കാൻ അധികാരമുള്ളവർ കർത്താവിന്റെ വിശുദ്ധന്മാരാണ്. കർത്താവിന്റെ വിശുദ്ധന്മാരാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും പത്രത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും. ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ പിന്നീട് വരാം. ഇതിനകത്ത് അക്ഷരികമായ ചില പ്രവചനങ്ങളുണ്ട്. അതാദ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. എസെക്കിയേൽ 35, 36, 37, 38, 39, 40 ഈ അധ്യായങ്ങൾ നിങ്ങൾ ഇന്ന് നിശ്ചയമായും വീട്ടിൽ ചെന്ന് വായിക്കണം. കാരണം അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഈ 70 വർഷം നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറിയിട്ടുണ്ട്. ഇനി രണ്ട് കാര്യം നിറവേറാനുമുണ്ട്. അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങളാണ്. അത് ഞാൻ ചുരുക്കമായെന്ന് പറഞ്ഞു വിടാം. ഈ പ്രവചനം നടക്കുന്ന സമയം എന്ന് പറയുന്നത് യഹൂദ രാജ്യം ജെറുസലേമിനെ തലസ്ഥാനമാക്കി ദീർഘവർഷങ്ങൾ ഭരണം നടത്തി. 400-ലധികം വർഷങ്ങൾ. അപ്പോൾ അവരുടെ ആദ്യത്തെ രാജാവ് ശൗൽ, പിന്നെ ദാവീദ്, ശലോമോന്റെ കാലം കഴിഞ്ഞ് രാജ്യം വിഭജിക്കപ്പെട്ടു. ശലോമോന്റെ മകനായ രഹോബയാം തുടങ്ങി സിദക്കിയാവ് വരെ 20-ലധികം രാജാക്കന്മാർ. 23-ലധികം രാജാക്കന്മാരും
ഒരു രാജ്ഞിയും ജെറുസലേം തലസ്ഥാനമാക്കി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ടാകുന്നതിന് മുൻപേ ഭരണം നടത്തിയിരുന്നു. അത് ജൂതന്മാരുടെ മതഗ്രന്ഥത്തിലും ഇസ്ലാമിക് മതസമൂഹത്തിൻ്റെ മതഗ്രന്ഥത്തിലും വേൾഡ് ഹിസ്റ്ററിയിലും നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ അവർ ഭരിച്ചിരുന്നു, ദാവീദും ശലോമോനും ഒക്കെ യെരുശലേമിൽ. അപ്പോൾ ഇപ്പോൾ യെരുശലേം ഞങ്ങളുടെ തലസ്ഥാനമായി കിട്ടണമെന്നൊക്കെ പറയുമ്പോൾ അത് ഹിസ്റ്റോറിക്കലായിട്ട് ശരിയായൊരു കാര്യമാണ്. ഈ ചരിത്രം അറിയണം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപ്, പുതിയ നിയമവും ഖുറാനും ഇവിടെ എഴുതപ്പെടുന്നതിന് മുൻപേ യഹൂദൻ യെരുശലേമിനെ തലസ്ഥാനമാക്കി 400-ലധികം വർഷങ്ങൾ ഭരണം നടത്തിയിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ ലംഘിച്ചു. ആരാധനയും ശബത്തും അവർ ഉപേക്ഷിച്ചു, വ്യഭിചാരം ചെയ്തു, വിഗ്രഹാരാധന നടത്തി. അങ്ങനെ എല്ലാ അനാചാരങ്ങളിലേക്കും അവർ കടന്നുപോയപ്പോൾ ദൈവം അവരെ കൈവിട്ടു. പ്രവാചകന്മാരിലൂടെ അവരെ ഈ ദൂതുകൾ മുന്നറിയിച്ചെങ്കിലും അവൻ അഹങ്കരിച്ചു. അവന് കിട്ടിയ വീട്, അവന് കിട്ടിയ ജോലി, അവൻ്റെ ആരോഗ്യം, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ബുദ്ധി, അവൻ്റെ രാജ്യം, സോളമൻ്റെ ടെമ്പിൾ, ഇതിലെല്ലാം അവൻ അങ്ങ് അഹങ്കരിച്ചു. അഹങ്കരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കൈവിട്ട് കളഞ്ഞു. സിദെക്കീയാവിൻ്റെ കാലത്ത് സദാമിൻ്റെ വലിയ വല്യപ്പനായിരുന്ന നെബൂഖദ്നേസർ 1500 മൈൽ അകലെ ഇറാഖിലെ ബാബിലോണിൽ നിന്ന് യെരുശലേമിലേക്ക് വന്ന് അവരുടെ ദേവാലയം കത്തിച്ച് അതിലെ 5400 ഉപകരണങ്ങൾ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ഉപകരണങ്ങൾ അയാൾ എടുത്തുകൊണ്ടുപോയി അയാളുടെ ദൈവമായ മർദൂക്ക് ദേവന്റെ ക്ഷേത്രത്തിൻ്റെ നടയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ദൈവം കൈവിട്ടാൽ നടക്കുന്ന കാര്യങ്ങൾ. ദൈവം ആലയം കൈവിട്ടു. ഓർക്കണം, ശലോമോന്റെ ദേവാലയത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷിക്കുവാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ദേവാലയത്തെ ചവിട്ടാൻ വിജാതീയനായ ഒരു രാജാവിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ഇതൊരു ചരിത്രത്തിൽ നിന്ന് പാഠമാണ്. ഞാനും നിങ്ങളും അഹങ്കരിച്ചാൽ നമുക്കിന്നുള്ളതെല്ലാം എടുത്തു മാറ്റാൻ ദൈവം തന്നെ അനുവദിച്ചാൽ നമ്മളെ പിന്നെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? യിരെമ്യാവിന്റെ കണ്ണുനീരോടുകൂടിയ പ്രവചനം സിദെക്കീയാവ് കേട്ടില്ല. ഇറാഖി പട്ടാളക്കാർ BC 587 യെരുശലേം വളയുമ്പോൾ അയാൾ തൻ്റെ ഭാര്യയും മക്കളെയും എടുത്തുകൊണ്ട് അടുക്കളവാതിലൂടെ ജുഡിയൻ മരുഭൂമിയിലൂടെ രക്ഷപ്പെട്ട് ചാവുകളുടെ തീരപ്രദേശങ്ങളിലേക്ക്, കുമ്രാൻ മല നിരകളുടെ സമതല പ്രദേശങ്ങളിലേക്ക്, ഈന്തപ്പനകളുടെ നാടായ ഏറ്റവും പൗരാണിക നഗരമായിരുന്ന ജെരിക്കോയിലേക്ക് അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ കരുത്തരായ ഇറാഖി പട്ടാളക്കാർ അയാളെ പിൻഗമിച്ച് അറസ്റ്റ് ചെയ്തു, കൊണ്ടുവന്നു, ചക്രവർത്തിയുടെ മുൻപിൽ കൊണ്ടുവന്നു രാജാവിനെ. ആ ചക്രവർത്തിയുടെ കണ്ണിൻ്റെ മുൻപിൽ യഹൂദയെ ഭരിക്കേണ്ട രാജകുമാരന്മാരെ ആ പിതാവിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ അയാൾ വെട്ടിക്കൊന്നു. അതിനുശേഷം അയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അതിനുശേഷം അയാളെ ചങ്ങലയിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇസ്രയേൽ ദേശം, യഹൂദാ ദേശം ഇറാഖുമായിട്ട് അനക്സ് ചെയ്യപ്പെട്ടു. അങ്ങനെ യഹൂദന് അവൻ്റെ ദേവാലയം നഷ്ടപ്പെട്ടു, അവൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, ദൈവം കൊടുത്ത നഷ്ടപ്പെട്ടു. ഇതെനിക്ക് നിങ്ങൾക്കും ഒരു പാഠമാകണം. ആരും അഹങ്കരിക്കരുത്. ലഭിച്ചതല്ലാതെ ഒന്നുമില്ല. ദൈവം ഉയർത്തും തോറും താഴ്ന്നു കൊള്ളണം. ദൈവം അനുഗ്രഹിക്കും തോറും വിനയപ്പെട്ടു കൊള്ളണം. യിരെമ്യാവ്
അന്നുണ്ട്. അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. എസെക്കിയേൽ ബാബിലോണിലേക്ക് പോയി. അദ്ദേഹം 22 വർഷം ബാബിലോണിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കണ്ട ദർശനങ്ങളാണ് ഈ എസെക്കിയേൽ പ്രവചനം. ആ 35, 36, 37, 38, 39, 40. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലായി. ബൈബിൾ ഒന്നും കെട്ടുകഥകളുടെ സമാഹാരമല്ല. ഇത് അത്ഭുതകരമായൊരു ഗ്രന്ഥമാണ്. ഞാനൊരു പുതിയ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ബൈബിളൊരു ശാസ്ത്രീയ പഠനം. ഇവിടെയാണത്, എറണാകുളത്താണ് ഇത് പ്രിൻ്റ് ചെയ്ത്. അപ്പോൾ സാധനം ഇവിടെ കൊണ്ടുവരികയായിരുന്നു. ഇത് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്നും ഈ അല്പം വിദ്യാഭ്യാസവും ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ ഈ ആൾക്കാർക്ക് എളുപ്പം തോന്നും ചില ചിന്തകൾ. ഈ ഹെയ്സൻബർഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഞാൻ ഇതിലെഴുതിയിട്ടുണ്ട്. പ്രകൃതിശാസ്ത്രത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് ആദ്യത്തെ ഒരല്പം വെള്ളം കുടിക്കുമ്പോൾ നിരീശ്വരവാദിയാകും. പക്ഷേ ആ കൂജയുടെ അടിയിൽ ദൈവം കാത്തിരിപ്പുണ്ട് മനുഷ്യനെ. ആരാണ് ഹെയ്സൻബർഗ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പം ഈ പുസ്തകം ബൈബിളൊരു ശാസ്ത്രീയ പഠനം എന്ന് വായിക്കണേ. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. ഈ വേൾഡ് ഹിസ്റ്ററിയും സയൻസും ഒക്കെ നമ്മൾ പഠിച്ചാൽ ഈ ബൈബിള് താഴെ വെക്കാൻ നമുക്ക് തോന്നുകയില്ല. അത്ര അത്ഭുതകരമാണ് ഈ ബൈബിൾ. സ്വതം ചെയ്താട്ടെ. അപ്പൊ ഇങ്ങനെ 22 വർഷം ഈ എസെക്കിയേൽ ഈ ഇറാഖിലുണ്ടായിരുന്നു. അന്നേരം അദ്ദേഹം കണ്ടതാണ്. അപ്പം ഞാൻ ഒത്തിരി സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എളുപ്പം തന്നെ നിർത്തിക്കൊള്ളാം. ഈ 35, 36, 37, 38, 39, 40 ഈ 5 അധ്യായങ്ങളിലെ സമ്മറി ഞാൻ പറയാം. ഇതിൽ ചില നിവൃത്തി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട്. അപ്പോൾ ഒന്നാമത്തെ, അപ്പോൾ ഈ പ്രവചനം നടത്തുമ്പോൾ ഇസ്രായേലില്ല. ഇസ്രായേൽ ഉണങ്ങിയ അസ്ഥികളെ പോലെയായി. അപ്പോൾ അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് ആണ് ഈ ഉണങ്ങിയ അസ്ഥിയും താഴ്വര എന്നൊക്കെ പറയുന്നത്. അതുപോലെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അവരുടെ മതം പോയി, അവരുടെ ഭരണം പോയി, സ്വന്തം വീട് പോയി, മക്കൾ പോയി, ഭാര്യ പോയി. കാരണം എവിടൊക്കെയാണെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാം പിടിച്ചുകൊണ്ട് ചില ഈജിപ്തിൽ കൊണ്ടുപോയി, ചില കൊന്നു, ചില ബലാത്സംഗം ചെയ്തു, കുറച്ചു പേര് വന്നു, അങ്ങനെ കിടക്കുകയാണ്. അതാണ് അതിൻ്റെ അക്ഷരീകമായ ചിത്രം. എസെക്കിയേൽ കാണുന്നത് ലിറ്ററലി അങ്ങനെ തന്നെയാണ് അന്നത്തെ യഹൂദൻ. പക്ഷെ അന്ന് ഏദോമ്യ രാജ്യമുണ്ട്. ഏദോമ്യ രാജ്യം എന്ന് പറയുന്നത് അന്നത്തെ വലിയൊരു രാജ്യമാണ്. കാരണം അവരുടെ രാജ്യത്തിൻ്റെ മതിലുകൾ പ്രകൃതി ഉണ്ടാക്കിയ പർവ്വതങ്ങളാണ്. പടുകൂറ്റൻ പർവ്വതങ്ങൾ. അപ്പൊ ഇന്നത്തെ പോലെ റോക്കറ്റുകളോ മിസൈലുകളോ ഒന്നുമില്ലല്ലോ. വാളും വടിയും കുന്തവും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ ചുറ്റും വലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി, ഞാൻ കണ്ടിട്ടുണ്ട് ആ പർവ്വതങ്ങൾ. നമുക്ക് കാണാൻ കഴിയാത്ത നിലയിൽ ഉയരത്തിലുള്ള പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങളിലാണ് അവർ കല്ല് കൊത്തി വീടുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ജോർണാലിലെ പെട്ര വന്നടിച്ചാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ പിന്നീട് നിങ്ങൾ ഫോണിൽ നോക്കിയാൽ മതി. ഏദോമ്യരുടെ തലസ്ഥാനം അവിടെയായിരുന്നു. മനോഹരമായ സ്ഥലം. ഒരു വ്യക്തിക്കും അവരെ കൊല്ലാനൊക്കെയല്ല. 10 പട്ടാളക്കാർ മാത്രം മതി ആ രാജ്യത്തെ സംരക്ഷിക്കാൻ. കാരണം 4 വശവും മലയാണ്. കയറി വരുന്ന ആ എൻട്രൻസ് മാത്രം ആൾക്കാരെ നിർത്തിയാൽ മതി. ഒരുത്തിനും അതിന് മുകളിൽ ചാടിക്കയറാനൊക്കെയല്ല. അവിടെ അവർ ഭയങ്കരം. അന്നത്തെ അവരുടെ ശക്തി നോക്കുമ്പോൾ ഇന്നത്തെ അമേരിക്കയ്ക്ക് റഷ്യയ്ക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അന്നത്തെ സാഹചര്യമായിട്ട് താരതമ്യപ്പെടുത്തിക്കും. അപ്പൊ ഇസ്രായേൽ ശൂന്യമാകുമ്പോൾ ഇവൻ കിടന്ന് സന്തോഷിക്കുകയാണ്. ഇവനും കൂട്ടുനിൽക്കുകയാണ്. ഓർക്കണം, ഇവർ ചേട്ടനെയും മക്കളാണ്, അല്ലാതെ വേറെ എന്നൊന്നുമല്ല. ഒരു കുടുംബക്കാരാണ്. സഹോദരന്റെ മക്കളെ ഇറാഖികൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, ഈജിപ്തുകാർ കൊല്ലുമ്പോൾ, അവന്റെ ആലയം കത്തിക്കുമ്പോൾ ഇവനിരുന്ന് പണിവെക്കുക. ദൈവം വേദനയോട് പറഞ്ഞു, ഇസ്രായേലിന്റെ പാപം മുഖാന്തരം അവന് കഷ്ടതയുണ്ടായി, പക്ഷെ നീ അതിൽ സന്തോഷിക്കരുതായിരുന്നു. കാരണം നീ സഹോദരനാണ്. മറ്റൊരാളുടെ കഷ്ടതയിൽ നീ സന്തോഷിക്കേണ്ടവനല്ല.
നീ വേദനിക്കേണ്ടവനാണ്. അവൻ ശിക്ഷിക്കപ്പെട്ടത് അവന്റെ പാപം കൊണ്ടായിരിക്കാം. അത് ദൈവമായിട്ട് അവൻ തീർത്തുകൊള്ളട്ടെ. നീ എന്തിനാ ആനന്ദിക്കണം? അതുകൊണ്ട് നിന്റെ രാജ്യം ശൂന്യമാകും എന്ന് ദൈവം പറയുമ്പോൾ ഇവൻ നക്ഷത്രങ്ങളിൽ കൂടുവെച്ചതുപോലെ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഏദോമ്യ ദേശത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിൽ നിന്ന് അന്ന് നമ്മുടെ വീഡിയോ ക്യാമറ ഒക്കെ കുറവാണല്ലോ, ഒരു ക്യാമറയും മേടിച്ചുകൊണ്ടാണ് പോയ ഫോട്ടോ എടുക്കുക. എന്നാലും വിലയുള്ള, അന്നത്തെ കാലത്തെ വലിയ വിലയുള്ള എൻ്റെ ഒരു ക്യാമറ അവിടെ വെച്ച് പോയി, മോഷ്ടിക്കപ്പെട്ടു പോയി. പെട്ര, അവിടെ ആരുമില്ല, അത് ശൂന്യമായി കിടക്കുകയാണ്, ശൂന്യമായി കിടക്കുകയാണ്. ലോകത്തിൽ ഒരു വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു, ഒരു വലിയ രാജ്യമായിരുന്നു. 35-ാം അധ്യായത്തിലെ ആ പ്രവചനം എനിക്കെൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കാണാൻ ദൈവമിടയാക്കി. സ്തോത്രം. ഞാനിതിൽ നിന്ന് ഒരു ദൂത് പറയട്ടെ. ആരുടെയും തകർച്ചയിൽ, വീഴ്ചയിൽ സന്തോഷിക്കരുത്, ആനന്ദിക്കരുത്, കമന്റുകൾ പാസ്സാക്കരുത്. നിനക്കത് സംഭവിക്കാതിരിപ്പാൻ തന്നെത്താൻ താഴ്ത്തിക്കൊള്ളണം. 36-ാം അധ്യായത്തിൽ എസെക്കിയേൽ കാണുന്നത് ശൂന്യമായി കിടന്ന ഇസ്രായേൽ പട്ടണങ്ങൾ പണിയപ്പെടും, അവിടെ വൃക്ഷങ്ങൾ ഉണ്ടാകും, അവിടുത്തെ കാർഷിക മേഖലകൾ തഴച്ച് സമൃദ്ധി ഉണ്ടാകും, അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കും. അതും ഞാൻ ഇസ്രായേലിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. 1948 വരെ ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ രാജ്യം ഇന്ന് വലിയ പട്ടണങ്ങളാൽ, സ്തോത്രം 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 സ്തോത്രം, ജനനിബിഡമായി അവന്റെ കാർഷിക മേഖലകൾ, അവന്റെ കന്നുകാലികൾ, അവന്റെ മുന്തിരിത്തോപ്പുകൾ, അവന്റെ വൃക്ഷങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ എസെക്കിയേൽ പറഞ്ഞതുപോലെ ആ 36-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കൃത്യമായി നിറവേറുകയാണ്. ഈ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചോണം, അത്ഭുതപ്പെട്ടു പോവും. ഇങ്ങനെയൊക്കെയുള്ളൊരു പുസ്തകമാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന്. പക്ഷെ ഇതൊക്കെ നിവർത്തിക്കപ്പെടാൻ വളരെ ദിവസങ്ങൾ എടുത്തു. 37-ാം അധ്യായത്തിലെ വിഷയം ഇവരൊരു സൈന്യമായി തീരുമെന്ന. എപ്പോഴാണ് പറയുന്നത്? സൈന്യം പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ട്, ജീവനും നഷ്ടപ്പെട്ട്, ഇറാഖികളുടെ അടിമകളായിട്ട് ഉണങ്ങിയ അസ്ഥികളെ പോലെ കിടക്കുമ്പോൾ പറയുകയാണ് അവനൊരു സൈന്യമായി തീരുമെന്ന്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിലുണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതൊരു ചെറിയ കാര്യമായിരുന്നുവെന്ന്. അവരെ ഇല്ലാതാക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ടാണ് ഹമാസ് അങ്ങനെ ഒരുമ്പെട്ടത്. അവരുടെ ഗസയുടെ മേഖലകള് അത് ഒത്തിരി വലുപ്പമുള്ളതല്ലെങ്കിൽ പോലും അതിന് താഴെയായിട്ട് 100 കണക്കിന് ടണലുകളാണ്. അത് കിലോമീറ്റർ ദൂരം വരുന്ന ടണലുകളാണ്. ആ ടണലുകൾ കടലിലേക്കും ഈജിപ്തിലേക്കും ഒക്കെ പോവുക. അവിടെ റഷ്യയുടെയും ഇറാന്റെയും ഈവൻ ഈജിപ്തിന്റെയും ആയുധങ്ങളെല്ലാം സംഘടിപ്പിച്ച് വെച്ചിട്ടാണ് അവർ ആ പരിപാടി ചെയ്തത്. 2000 മൈൽ അകലെ നിന്ന് ഹൂതികള് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു. അവിടെ അത് ടെല്ലവീവിൽ ചെന്ന് വീണു. 2000 മൈൽ അകലെ സൈന്യം ഇവരെ കൊല്ലാനിരിക്കുക. തൊട്ടടുത്ത് സിറിയ വടക്ക്, അവിടെ ആൾക്കാർ ഇവരെ നശിപ്പിക്കാൻ നിൽക്കുകയാണ്. തൊട്ടടുത്ത് ലെബനോനില് ഹിബ്സുള്ളയുടെ ആൾക്കാർ. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കേരളത്തിന്റെ 6 ജില്ലകൾ കൂടുന്ന അത്രയില്ല. 6 ജില്ലകൾ കൂടുന്ന അത്രയില്ല.
നമ്മുടെ ജനസംഖ്യയുടെ പകുതി പോലും ഇല്ല അവർക്ക്. ഈ രാജ്യങ്ങൾ നോക്കിയേ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, അറബി രാജ്യങ്ങള്, റഷ്യ, ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ മുൻപിൽ ഭാരതത്തിൽ ഈ ഇന്ത്യ ഈ സ്ഥലത്ത് നിങ്ങൾ ഇത്രയും പേരെ എതിർക്കുകയാണെന്നിരിക്കട്ടെ, ഇന്ത്യ മുഴുവൻ, കേരളവും കൊച്ചിയും എല്ലാവരും കൂടെ നിങ്ങൾ ഇത്രയും പേരെ എതിർത്താൽ നിങ്ങൾ കാണും എവിടെ? അതിനേക്കാൾ ചെറുതാണ് ജിയോഗ്രഫിക്കലായിട്ട് പഠിച്ചാൽ ഇസ്രയേൽ എന്ന് പറയുന്നത്. ഇത്രയും പേര് ഇത്രയും നാളും നോക്കിയിട്ട് അവൻ നശിക്കാതിരുന്നതിന്റെ കാരണം അവൻ അക്ഷരാർത്ഥത്തിൽ സൈന്യമായില്ലേ? അവൻ അക്ഷരാർത്ഥത്തിൽ സൈന്യമായില്ലേ? ഉണങ്ങിയ അസ്ഥികൾ അക്ഷരാർത്ഥത്തിൽ സൈന്യമായില്ലേ? ഇന്ത്യയെ സഹായിക്കുന്ന സൈന്യമായില്ലേ? ലോകം ഭയപ്പെടുന്ന സൈന്യമായില്ലേ? ഇറാൻ ഭയപ്പെടുന്ന സൈന്യമായില്ലേ? ഹിസ്ബുള്ള ഭയപ്പെടുന്ന സൈന്യമായില്ലേ? ഹമാസ് ഭയപ്പെടുന്ന സൈന്യമായില്ലേ? നമ്മുടെ കണ്ണിന് മുൻപിൽ അത് നിറവേറിയില്ലേ? ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ, ഇന്നുണങ്ങിയതാണെങ്കിലും, ഇന്ന് അസ്ഥികളാണെങ്കിലും, ഇന്ന് ചിതറിക്കിടക്കുന്നതാണെങ്കിലും, ഇന്നൊന്നുമില്ലാത്തതാണെങ്കിലും, പ്രവചനം നിറവേറുവാൻ സമയമാകുമ്പോൾ നിന്റെ കയ്യിൽ വരേണ്ടതെല്ലാം വന്നിരിക്കും. നിന്നിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണമോ അതുണ്ടായിരുന്നിരിക്കും. ലോകത്തിലെ ഒരു ശക്തിക്ക് നിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ നീ ഒരു സൈന്യമായിരിക്കും. എത്ര അത്ഭുതകരമില്ലേ ദൈവത്തിന്റെ വചനം! ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കിയേ. അതിന്റെ വ്യാഖ്യാനം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ വ്യാഖ്യാനം അവിടെ എഴുതിയിട്ടുണ്ട്. എസെക്കിയേൽ 37 നോക്കിയേ, അതിന്റെ 10 മുതൽ. അവർ എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസമരിൽ വന്നു, അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ട, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ കൊച്ചിയിൽ നിന്നും പോയില്ലേ ഈ പ്രവചന നിവൃത്തിക്ക്? അപ്പൊ ഈ പ്രവചന നിവൃത്തി കാണാൻ നമ്മൾ വേറൊന്നും പോകണ്ടില്ലേ? കൊച്ചി പോയ പോരെ? യൂദത്തെരുവിൽ പോയ പോരെ? എല്ലാം ഇവിടുന്ന് പോയില്ലേ? ഇവിടെ തന്നെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ അവർക്ക്? ബൈബിൾ പ്രവചനങ്ങളുടെ അത്ഭുതകരമായ നിറവേറലുകൾ ഈ നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇസ്രയേൽ ആകുന്ന അത്തി തളിർത്തു സൈന്യമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് തന്റെ സഭയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വരും. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവർ, പാപത്തോടും ദുരുപദേശത്തോടും വേർപെട്ടവർ, വിശുദ്ധിയോട് ജീവിക്കുന്നവർ കണ്ണിമിക്കുന്നതിനിടയ്ക്ക് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ട് ഈ പ്രവചനം കേൾക്കുമ്പോൾ ഓർത്തോണം, കർത്താവിന്റെ വരവ് അടുത്തു പോയെന്ന്. നമ്മളതാണ് കേൾക്കേണ്ടത്. കർത്താവിന്റെ വരവ് അടുത്തുപോയി. ഇനി
രണ്ട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അതിനിടയ്ക്ക് കർത്താവ് വരും. ആ രണ്ട് കാര്യം 38, 39, 40 അധ്യായങ്ങളാണ്. അത് ഒത്തിരി വിശദീകരിക്കേണ്ടതാണെന്ന് ഞാൻ പറയാം. ഇന്ന് ഇന്ത്യ ഇസ്രയേലിൻ്റെ ദോസ്താണെങ്കിലും ഇന്ത്യ ഇസ്രയേലിൻ്റെ ശത്രുവാകും. ഇന്ന് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുന്നെങ്കിലും അമേരിക്കയ്ക്ക് സഹായിക്കാൻ കഴിയാത്തൊരു സമയം വരും. റഷ്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരായൊരു യുദ്ധമുണ്ടാകും. അതിന് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയും. അത് 38, 39 അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ചരിത്രം പഠിച്ചാൽ ആ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. 3, അവന് മോറിയ കുന്നിൽ തന്നെ ഒരാലയമുണ്ടാകും. അത് 40-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളും നടക്കുന്നതിന് മുൻപ് യേശു വരികയും തൻ്റെ സഭ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ 4 പ്രവചനങ്ങളുടെ ഇടയിൽ 2 പ്രവചനങ്ങൾ നടന്നു കഴിയുമ്പോൾ യേശു വരും. അത് കഴിഞ്ഞ് 2 പ്രവചനങ്ങൾ നടക്കും. 2 പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി ഏത് സമയത്ത് നമ്മുടെ കർത്താവ് വരാം. പുതിയ നിയമ ഇസ്രയേലാകുന്ന എന്നോടും നിങ്ങളോടും കർത്താവിന് പറയാനുള്ളത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. അതിന് ഞാനും നിങ്ങളും സൈന്യമാകണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. അതിനെന്ത് ചെയ്യണം? സൈന്യമാകണം. സൈന്യമാകണമെങ്കിൽ ഉണങ്ങിയ അസ്ഥികൾ അടുക്കണം, ത്വക്കുണ്ടാകണം, മാംസമുണ്ടാകണം, രക്തമുണ്ടാകണം, ജീവനുണ്ടാകണം. പോരാ, സത്യമെന്ന അരക്കച്ച ഉണ്ടാകണം. സമാധാന സുവിശേഷത്തിന്റെ ചെരുപ്പ് കാലിലുണ്ടാകണം. വിശ്വാസത്തിന്റെ പരിചയം ഉണ്ടാകണം. വചനമെന്ന വാളുണ്ടാകണം. രക്ഷയെന്ന ശിരസ്ത്രമുണ്ടാകണം. നീതി എന്ന കവചമുണ്ടാകണം. ഇങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്. എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്? എഫെസ്യ ലേഖനം 6-12 മുതൽ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ജീവൻ പ്രാപിച്ചാൽ മാത്രം പോരാ, ഒരു പട്ടാളക്കാരന്റെ യൂണിഫോം ഉണ്ടാകണം. അത് AK-47 അല്ല, അത് ബോംബുകളല്ല. രക്ഷയെന്ന ശിരസ്ത്രം തലയിൽ, രക്ഷിക്കപ്പെട്ട ഒരു ഉറപ്പവനുണ്ടാകണം. ഹല്ലേലൂയ. നീതി എന്ന കവചം ഈ ചങ്കിനെ മറയ്ക്കണം. സാത്താന്റെ തീയമ്പുകൾ ഈ ചങ്കിൽ കൊള്ളാതിരിക്കേണ്ടതിന് സ്നാനപ്പെടുന്ന വേളയിൽ യോഹന്നാൻ തടസ്സം പറഞ്ഞപ്പോഴും യേശു പറഞ്ഞത്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് നമുക്കുചിതം. നമ്മുടെ ജീവിതത്തിൽ നീതി എന്ന കവചമുണ്ടാകണം. ദുഷ്ടന്റെ തീയമ്പുകൾ കൊള്ളാതിരിക്കേണ്ടതിന്. പോരാ, സത്യമുണ്ടായിരിക്കണം. പറയുന്നത് സത്യമായിരിക്കണം. ദൈവം സത്യം ഇഷ്ടപ്പെടുന്നവനാണ്. സത്യമെന്ന അരക്കച്ച ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, കാലിൽ സമാധാനത്തിന്റെ സുവിശേഷം. ആ ചെരുപ്പമിട്ട് അവൻ താഴ്വരയിൽ പോകണം. ആ ചെരുപ്പമിട്ട് അവൻ അസ്ഥികളുടെ ഇടയിലൂടെ നടക്കണം. ആ ചെരുപ്പമിട്ട് കർത്താവ് പറയുന്ന വചനം അവൻ വിളിച്ചു പറയണം. തീർന്നില്ല,
അവന് വിശ്വാസമുണ്ടാകണം. ആ പരിച പിടിച്ചുകൊണ്ട് വേണം സാത്താന്റെ വാളുകളെ തടയാനായിട്ട്. അതുപോരാ, ഇരുവായ്ത്തലയുള്ള വചനമാകുന്ന വാൾ അവന്റെ കയ്യിലുണ്ടാകണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അല്ല വെറുതെ സൈന്യമായിട്ട് ഇറങ്ങിപ്പോയാൽ സാത്താൻ തകർത്ത് കളയും. ദൈവം നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം പാപികളായിരുന്ന നമ്മളെ, ബന്ധം വിട്ടുകിടന്നിരുന്ന നമ്മളെ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മുൾമുടി ചൂടി മരക്കുരിശ് ചുമന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ച് ആ രക്തം കൊണ്ട് നമ്മുടെ പാപം മോചിച്ച്, നമ്മുടെ ശാപം മോചിച്ച്, നമ്മളെ നീതീകരിച്ച്, നമ്മളെ വീണ്ടെടുത്ത് സ്നാനത്തിലൂടെ കർത്താവിനോട് ചേർത്ത് അഭിഷേകത്തിലൂടെ കർത്താവിന്റെ കാന്തയാക്കി തീർത്തിരിക്കുന്നതിന്റെ കാരണം സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സൈന്യമായി എഴുന്നേൽക്കുവാനാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നിങ്ങളിൽ എത്ര പേർക്ക് കർത്താവിൻ്റെ ഒരു സൈന്യമാകാൻ ആഗ്രഹമുണ്ട്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കരമുയർത്തി കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ആ നല്ല ആഗ്രഹത്തെ മാനിക്കട്ടെ. ആ ഉയർത്തിയ കരങ്ങളുമായിട്ട് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ പറയുന്ന വചനങ്ങൾ വിളിച്ചു പറയുകയാണ്. ബാക്കി കാര്യം കർത്താവ് ചെയ്യും. കാറ്റിനോടെന്ന പോലെ, അസ്ഥികളോടെന്ന പോലെ ഞങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും ഒരു നിമിഷം ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. നീ ഒരു ഉണങ്ങിയ അവസ്ഥയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അകന്നു മാറിക്കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഒരു സൈന്യമാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആരാധിച്ചു തുടങ്ങാക്കട്ടെ. ആ കാറ്റൊന്നടിക്കട്ടെ. ആ ഞരമ്പിന്റെ മേഖലകളില്, അസ്ഥിയുടെ മേഖലകളില്, മജ്ജയുടെ മേഖലകളില് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സാത്താൻ കൊന്നതും സാത്താൻ ചിതറിച്ചതും സാത്താൻ ഉണങ്ങിക്കളഞ്ഞതുമായ അസ്ഥികൾ തമ്മിൽ അടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അടുക്കട്ടെ. അതിൽ മാംസമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞരമ്പുകൾ ഉണ്ടാകട്ടെ. ത്വക്ക് പൊതിയട്ടെ. ജീവനുണ്ടാകട്ടെ. ഒരു സൈന്യമായി, യേശുവിനൊരു സൈന്യമായി, സുവിശേഷത്തിനൊരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. Hallelujah. 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 അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ. അവിടുന്ന് പാപബോധം വരുത്തിക്കൊണ്ടിരിക്കണമേ. അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കണമേ. അവിടുന്ന് ജീവിതങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കണമേ. അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഈ വചനം ഈ കേൾവിയാലല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇതിടപെട്ടുകൊണ്ടേയിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സോൾജിയറായി തീരുന്നതുവരെ. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ അഭിഷിക്തനെയും സഹപ്രവർത്തകരെയും ഇവിടെയുള്ള അങ്ങയുടെ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ രാജ്യത്തിനു വേണ്ടി
ഒരു സൈന്യമായി ഈ പട്ടണത്തിൽ മാത്രമല്ല, നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ശക്തീകരിച്ച് ദൈവിക ഉദ്ദേശങ്ങൾ പൂർണ്ണമായി നിറവേറുവാനിടയാക്കണമേ കർത്താവേ. ഇപ്പോൾ അവിടുത്തെ ആണിപ്പോഴുള്ള കരം നീട്ടി രോഗികളെ സൗഖ്യമാക്കണമേ. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുക. മരുന്നുകൾക്ക് കഴിയാത്തത്, ഡോക്ടർമാർക്ക് കഴിയാത്തത്, യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. അന്ധകാരത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിയത് യേശുവിന്റെ നാമത്തിൽ മാറി നീരുറവകൾ വീണ്ടും ഉണ്ടായി വരട്ടെ. സമസ്ത മേഖലകളിലും ആ മാറ്റങ്ങൾ സംഭവിക്കേണ്ട കർത്താവേ.